ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളൊന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഒളിവ് ജീവിതവുമെല്ലാം. എന്നാൽ ഇന്ന് ഇതേ മാങ്കൂട്ടത്തിൽ നിർണായക ദിവസമാണ്. ആദ്യത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരും. ഇന്ന് കോടതി പരിഗണിക്കും. അഡ്വക്കേറ്റ് S. രാജീവാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത്. രാഹുലിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കുകയും ചെയ്യും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. പറയൂ നിതിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിവസങ്ങളോളം നീണ്ട ഒരു ഒളിവ് ജീവിതത്തിലായിരുന്നു. പിന്നീട് പകൽ വെളിച്ചത്തിൽ വന്നു. പക്ഷേ പകൽ വെളിച്ചത്തിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിശദമായ വാദം കേൾക്കും, ഒപ്പം തന്നെ വിധിയും പറയും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. പിന്നീട് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അറസ്റ്റ് തടഞ്ഞ കാലാവധി ഇന്ന് അവസാനിക്കും. എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിശദമായ വാദം കേൾക്കും. അതോടൊപ്പം തന്നെ കേസ് ഡയറിയും പോലീസ് റിപ്പോർട്ടും പരിഗണിച്ചാകും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുക. കേസ് കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം. അതേസമയം തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആകെ വലിയ ചർച്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായി ഉയർന്നു വന്ന ബലാത്സംഗ കേസുകൾ. അതിൽ 2 ബലാത്സംഗ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രജിസ്റ്റർ ചെയ്തത്. നിലവിൽ ഇപ്പോൾ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അത് ഹൈക്കോടതി ഇപ്പോൾ അറസ്റ്റ് നടത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ജാമ്യാപേക്ഷ അത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്ത് ഇപ്പോൾ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ബലാത്സംഗ കേസുകൾ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നിർണായകമാണ്. ആദ്യത്തെ കേസിലാണ് ഇന്നിപ്പോൾ ഇതിൽ വിശദമായ വാദവും ഇന്ന് വിധി പറയാനും ഇരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.